വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 36 മുതലുള്ള വാക്യങ്ങളാണ്. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചികയുണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സു ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. നല്ല പ്രായത്തിൽ വിധവയായി. കേവലം 7 വർഷമാണ് ഭർത്താവിനോടുകൂടെ ജീവിക്കാൻ പറ്റിയത്. ഭക്തയായിരുന്നു, വിശുദ്ധയായിരുന്നു, നല്ല ആത്മിക പൈതൃകമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചതാണ്. പക്ഷെ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി ജീവിതത്തിൽ വന്നു. മറ്റുള്ളവരെ വിമർശനത്തിന്റെ വിരൽത്തുമ്പുകൾ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു കാണും, നീ ദൈവത്തെ ഇത്ര വിശ്വസ്തയോടെ സേവിച്ചിട്ട് എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? ന്യായയുക്തമായൊരു മറുപടി പോലും അങ്ങനെയുള്ളവരോട് പറയാൻ കഴിയാതെ സ്വന്തം മനസ്സിൽ പലപ്പോഴും വിങ്ങലുകൾ ഉണ്ടായി. എന്തുകൊണ്ട് പരമാർത്ഥമായി ഞാൻ എൻ്റെ ദൈവത്തെ സേവിച്ചിട്ട് എങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ചോദ്യശരങ്ങൾ ഉയരുമ്പോൾ, ന്യായയുക്തമായൊരു മറുപടി അവിടെയും കിട്ടപ്പെടാതെ വരുമ്പോൾ സ്വാഭാവികമായും ദൈവത്തോട് പിറുപിറുക്കേണ്ടതല്ലേ, മനുഷ്യനോട് പൊട്ടിത്തെറിക്കേണ്ടതല്ലേ? പക്ഷെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ മനുഷ്യനോട് പൊട്ടിത്തെറിക്കാതെയും ദൈവത്തോട് പിറുപിറുക്കാതെയും 84 വർഷം വിശ്വസ്തയോടെ ദൈവത്തെ നിർമ്മലതയോടെ സേവിക്കാൻ ആ മാതാവിന് ദൈവം കൃപ കൊടുത്തു. ആ സമർപ്പണത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും എന്നോട് ഈ ദൈവം ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് ദൈവവുമായുള്ള ബന്ധം മുറിച്ചു അകന്നു പോകാതിരുന്നത്, ചുറ്റുപാട് നടക്കുന്നതൊന്നും തന്റെ ആരാധനയെയോ തന്റെ ഭക്തിയെയോ തന്റെ ഉപവാസത്തെയോ തന്റെ പ്രാർത്ഥനയോ ദൈവം കൊടുത്ത പ്രവചന ശുശ്രൂഷയോ സ്വാധീനിക്കാതെ ബാധിക്കാതെ വിശ്വസ്തയോടെ ദൈവത്തെ ആലയത്തിനകത്ത് രാവും പകലും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും കാത്തിരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിയമത്തിലെ അവസാന പ്രവാചകനായ മലാക്കി പ്രവചനം പറഞ്ഞവസാനിപ്പിക്കും അളവിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ കർത്താവ് വരുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന നിയമദൂതനായവൻ വരുന്നു. എവിടേക്ക് വരുന്നു? തൻ്റെ മന്ദിരത്തിലേക്ക് വരുന്നു. എങ്ങനെ വരുമ്പോൾ വരുന്നു? പെട്ടെന്ന് വരുന്നു. നിയമദൂതൻ എവിടേക്കാ വരുന്നത്? കർത്താവ് എവിടേക്കാ വരുന്നത്? തൻ്റെ മന്ദിരത്തിലേക്കാ വരുന്നത്. 84 വർഷമായി ആലയം വിട്ടുപിരിയാതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞും രാപകലില്ലാതെ ദൈവത്തെ ആരാധിച്ചും ആലയത്തിനകത്ത് കാത്തിരുന്നത് എന്താണെന്നറിയാമോ? ഇവിടേക്ക് വരുന്ന കർത്താവിനെ എനിക്ക് കാണണം, നിയമദൂതനെ എനിക്ക് കാണണം. ആ കാത്തിരിപ്പ് വെറുതെ ആയോ? നിയമദൂതനെ കണ്ടില്ലേ, കർത്താവിനെ കണ്ടില്ലേ? അത് ഭാഗിക നിവർത്തി മാത്രമേ ഉള്ളൂ, അതിന്റെ പൂർണ്ണ നിവർത്തി വരുന്നതേ ഉള്ളൂ. ഇന്ന് മകൻ ഞാൻ സ്തോത്രം ചെയ്തു പറയുന്നു, ഹന്ന കാത്തിരുന്നത് വെറുതെ ആയില്ല. കർത്താവിനെ കണ്ടെങ്കിൽ, പെട്ടെന്ന് വന്നു വരുന്ന നിയമദൂതനെ കണ്ടെങ്കിൽ, പ്രായം 10:37 ഇനിയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, നിത്യതയിലേക്കുള്ള പ്രവേശനം, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുക എന്നുള്ളത് അത്ര ഈസി അല്ല കേട്ടോ. നമ്മൾ അതിന് വില കൊടുക്കേണ്ടതായിട്ടുണ്ട്, നാം അതിന് ഒരുങ്ങപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ ഇവിടെ മുഴങ്ങിയ വചന ശബ്ദങ്ങൾ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കട്ടെ, കർത്താവിന്റെ വരവിനായി ഒരുക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാം ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അവർ ഒരു അനുഗ്രഹമായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ശബ്ദം ഉയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാ.